വരട്ടെ. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞങ്ങളുടെ ഹേസുക്കുട്ടന്റെ 3ാമത്തെ ബർത്ത്ഡേ. 3 വയസ്സ് വരെ ഇരിക്കുന്നു. ഹാപ്പി ബർത്ത്ഡേ. രാവിലെ അപ്പം ഞങ്ങള് കുർബാനയ്ക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയതാ. 6:30 കുർബാന. അപ്പം ഞങ്ങൾ 3 പേരും കൂടെ കുർബാന കൂടാൻ വേണ്ടി വന്നു. ഇനി വൈകുന്നേരം ആയിരിക്കും ബാക്കി പരിപാടികളൊക്കെ. വലിയ പരിപാടിയൊന്നും അല്ല കേട്ടോ, ഞങ്ങള് ഫാമിലി മാത്രമേ ഉള്ളൂ. അപ്പൊ അതിന്റെ തീമും കാര്യങ്ങളും ഒക്കെ വൈകിട്ട് കാണിക്കാം. അമ്മയ്ക്കും ഇച്ചയ്ക്കും കൂടെ ഹോസ്പിറ്റൽ വരെ പോകണമായിരുന്നു. അപ്പം ഞാൻ ഹേസും ഒറ്റയ്ക്കേ ഉള്ളൂ വീട്ടിൽ. അപ്പം ഞാൻ വിചാരിച്ചു അവൾക്കാണെങ്കിൽ ഇഷ്ടമുള്ള ഫുഡ് എന്തുണ്ടാക്കാം. അവൾക്ക് ഇഷ്ടമുള്ള കേട്ടോ, ചോറ്, മുട്ട പൊരിച്ചത്, ബീൻസ് മെഴുക്കോട്ടി, ചമ്മന്തി. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം ബർത്ത്ഡേ ആയിക്കൊണ്ട് ഞാൻ വിചാരിച്ചു ഞാൻ അവൾക്ക് ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. അപ്പം അവൾക്ക് കൊണ്ട് കൊടുത്തു നോക്കാം കേട്ടോ. ഇലക്കകത്ത് വേണോ? ഇത് നോക്ക് മോൻ, ഇഷ്ടപ്പെട്ടാണോ ഒന്ന്? ഇഷ്ടപ്പെട്ടാണോ? ആഹാ, ഞാൻ വലിയ കാര്യമായിട്ട് അവൾക്ക് ഉണ്ടാക്കിക്കൊണ്ട് കൊടുത്തപ്പോൾ അവൾ പറയാം ഇലക്കകത്തുനിന്ന്. എന്നാൽ ഓക്കെ, ഞാൻ ഇല വെട്ടിക്കൊണ്ട് വരട്ടെ. ഓക്കെ, എന്നാൽ ഇവിടെ ഇരിക്കുവോ? അമ്മ ഇല വെട്ടിക്കൊണ്ട് വരാം. ഇല വെട്ടിക്കൊണ്ട് വരുമ്പോഴത്തേക്ക് എല്ലാം തിന്ന് തീർത്തേക്കരുത്. എന്നാൽ ഇങ്ങോട്ട് മാറ്റി വെച്ചോ. ഇപ്പം താഴെ പോയനല്ലോ. ഹേസുകുട്ട, ഇല റെഡി. ഇനി ഇലയിൽ ചോറ് ഇട്ടിട്ടെ. ഹാപ്പി? ഇളക്ക് ഇളക്കി തരണോ? കഴിച്ചില്ല, അതിന് മുമ്പ് സൂപ്പർ എന്ന് പറയുവാണോ? കഴിച്ചിട്ട് പറ. ഇനി പറ. ആണോ? വെൽക്കം, ഹാപ്പി ബർത്ത്ഡേ. ഹായ് ഗായ്സ്. അപ്പം ഞങ്ങളിതേ ഉച്ചയ്ക്ക് കൊച്ചിനെ കിടത്തി ഉറക്കി ബലൂൺ വീർപ്പിക്കൽ പരിപാടിയിലേക്കാണ് കേട്ടോ. അതെ, One eternity later. ഡെക്കറേഷനൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഹേസുക്കുട്ടനെ എഴുന്നേൽപ്പിച്ച് അവളെ റെഡിയാക്കി താഴോട്ട് കൊണ്ടുവരുമായിരുന്നു കേട്ടോ. മാഷയുടെ തീം ആയതുകൊണ്ട് അവളുടെ റിയാക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണോ ഞാൻ വീഡിയോ ഇങ്ങനെ വെച്ചത്. കേക്ക് വാങ്ങാൻ വേണ്ടി പുറത്തോട്ട് പോയതുകൊണ്ട് എനിക്ക് വീഡിയോ എടുത്തു തരാൻ ആരും ഇല്ലായിരുന്നു. ഞാനതുകൊണ്ട് സ്റ്റാൻഡിൽ വെച്ചു. പക്ഷേ ഞാൻ പുറകിലാണ് സ്റ്റാൻഡ് വെച്ചത്. അതുകൊണ്ട് തന്നെ എനിക്ക് അവളുടെ റിയാക്ഷൻ എടുക്കാനേ പറ്റിയില്ല. പിന്നെ ഞാൻ എടുത്തത് ഞാൻ എന്ത് മണ്ടത്തരാ കാണിച്ചത്. കേക്ക് വരുന്നു. കത്തി കൊണ്ട് പറ. എന്റെ പൊന്നിനോണി, നീ എവിടെ കുത്തറ? ഇവിടെ കുത്ത. ഏസുകുട്ടി പറഞ്ഞു വിടേ. ലൈറ്റൊക്കെ തേച്ചു.
ഗിഫ്റ്റ് വേണ്ടേ? സ്ലൈഡ് സ്ലൈഡ്. ഇത് കൊള്ളാം കേട്ടോ. നീ തിന്നടാ. ചൂണ്ടല്ലോ കുരുക്കിയിട്ടേക്കുന്നടാ. എടാ ഇത് രണ്ടുപേരോട് പറഞ്ഞാൽ നടക്കുവോ? ഇല്ലല്ലോ. അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞാ പോലെ ഒരെണ്ണയിലും കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് കളിക്കായിരുന്നു. നമുക്ക് കളിക്കാല്ലേ? ഇത്ര കളിക്കാമെങ്കിലേ ഇനി ക്രെഡിറ്റ് ആയിരിക്കുമ്പോ ഞാൻ സമ്മതിക്കത്തില്ല. അവനൊന്ന് അരിക്കട്ടെ, അയക്കട്ടെ അയക്കട്ടെ. വലിയ മീൻപിടുത്തക്കാരൻ വന്നു. ഇന്നവൻ പിടിച്ചത് തന്നെ. മാമിക്ക് പിന്നെ കിട്ടി. കിട്ടിയേ. അപ്പൊ ഞങ്ങളുടെ ചെറിയൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിരുന്നു കേട്ടോ. അപ്പം ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ശരി, ബൈ.